നീ ഈ കോഴി കൂമ്പ് എവിടെയാ ചാടി കയറിപ്പോയത്? ബാക്കിയുള്ളവരോട് തീ തിന്നുകയായിരുന്നു. രമേശൻ ഇവിടെ വന്നു. അയാൾ എന്നോട് കുറെ തുള്ളി ചാടി പറഞ്ഞു. അയാളെ പറഞ്ഞിട്ടെന്താ, അമ്മയെല്ലാം വിളമ്പിയത്രേ. ചുരുക്കത്തിൽ ഒരു 4 ദിവസത്തെ അവധി ഞാൻ കാല് പിടിച്ചു വാങ്ങിട്ടു. 4 അല്ല 40 ദിവസം കണ്ടിട്ട് എന്ത് ചെയ്യാനാ? ഉറുപ്പിയ 1 2 അല്ല 2 ലക്ഷം. 2 ലക്ഷം ആരാ എടുത്തു തരാനുള്ളത്? ആരാ ഇല്ലാത്തത്? അരവിന്ദനോട് അത്യാവശ്യത്തിന് കടം വാങ്ങിച്ച എത്രയോ പേരുണ്ട് ഈ ചുറ്റുവട്ടത്ത്. അങ്ങോട്ട് മാത്രമല്ലോ, അത് ഇങ്ങോട്ടും ആവാം. ഒരത്യാവശ്യത്തിനല്ലേ തമ്മിൽ സഹായിക്കുക. ചോദിക്കുക 5ഉം 10ഉം ഒക്കെ സംഘടിപ്പിച്ച 2 ലക്ഷം തേക്കല് അരവിന്ദന് വലിയ പണിയൊന്നുമില്ല. എന്തേ നേരാ, ഇനി അങ്ങനെയൊക്കെ കാര്യങ്ങൾ നടക്കുള്ളൂ. ഇക്കാലം വരെ എനിക്ക് ചെയ്തു പരിചയമില്ലാത്ത കാര്യങ്ങള് ഇനി ഞാൻ നാടൊട്ട് കുളിപ്പില്ലാത്ത കടം വാങ്ങേ? ഇന്ത്യ രാജ്യം ഇരന്ന് കടം വാങ്ങുന്നുണ്ട്. ലോക ബാങ്കിൽ നിന്നും കിട്ടാവുന്നോടത്തുനിന്നും ഒക്കെ യാതൊരു ഉളുപ്പില്ലാതെ. പിന്നെ ഒരു ഇന്ത്യക്കാരന് എന്തിനാണ് അരവിന്ദ അനാവശ്യം ഒരു ഉളുപ്പ്? ഊര് പോലെ ഇരിക്കും ഊരിലെ ഉണ്ണികളും, അത്ര തന്നെ. അല്ലാതെ വേറെ വഴിയില്ല. 4 ദിവസം എന്ന് പറഞ്ഞാൽ 4 ദിവസം. അത് കഴിഞ്ഞാൽ അവർ വീട്ടിൽ വരും. ചുരുക്കത്തിൽ അരവിന്ദൻ എരവിന്ദനാവണം. ശരി. ദീപം 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 ദീപം. വിളക്ക് വെക്കാൻ പറ്റിയ മുന്തിയൊരു കയ്യ്. നേരം വെളിച്ചാവും മുമ്പ് ഇറങ്ങി പോയതാ ഒരുത്തൻ. എവിടെയാ എന്താ ആവോ? എന്താപ്പ അവിടെ വെട്ടവും വെളിച്ചൊന്നും ഇല്ലേ? ഹൈ, അരവിന്ദൻ പെണ്ണ് കെട്ടിയ പിറ്റേന്ന് കറണ്ടും പോകുന്നുണ്ടോ? ആഹാ, കറണ്ട് ഇല്ലാത്തോണ്ടല്ലേ. കല്യാണ തിരക്കിനിടയിൽ സപ്ലൈ ഓഫീസിൽ പോയിരുന്നില്ലല്ലോ. ഉസ്മാനെ പറഞ്ഞയച്ചിട്ട് ഒരു കാര്യമില്ല. എന്തായാലും ജീവനോടെ ഉണ്ടല്ലോ, സമാധാനായി. അമ്മയ്ക്കറിയാലോ സപ്ലൈ ഓഫീസിലെ കാര്യങ്ങള്. ദാ നോക്കി നിൽക്കേണ്ടത് അകത്തുണ്ടോക്കി. ഒരൊറ്റ രാത്രി കൊണ്ട് പെറ്റതള്ളെ മറക്കാനുള്ള മരുന്നോ മന്ത്രോ എന്താ കല്ലടിക്കോട്ടുന്ന് കൊണ്ടുവന്നത്? ഇതൊന്നും പ്രശ്നമാക്കണ്ട. ഒരു ചെറിയ നമ്പർ കാണിച്ചുതരാം. വെറുതെ ആക്ടിങ്ങാ. അയ്യോ, ഇത് ആക്ടിങ് അല്ലട്ടോ, ഇത് ഒറിജിനലാ. ആക്ടിങ് വേറെ. നിന്റെ വീട്ടുകാരും നീയും കാണിച്ച പോക്കരിത്തരത്തിന് ഞാനും എന്റെ അമ്മയും കഷ്ടപ്പെടണല്ലേ? ഇത് നടക്കില്ല മോളെ. എന്റെ അമ്മയുടെ മനസ്സ് വേദനിപ്പിച്ച പഠിപ്പിക്കുന്നതിന്റെ ഏട്ടന്മാരെ. ആ കുടുംബത്തെ ഒരു പൂച്ചക്കുട്ടി ഉണ്ടെങ്കിൽ അതിനും എന്നെ എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് വളർത്തി ഉണ്ടാക്കിയതാന്ന് അറിയാമോ എന്റെ അമ്മ? ആ അമ്മയുടെ കണ്ണ് നനഞ്ഞ അന്ന് നീ പഠിക്ക പുറത്താ. ചുമ്മാ ഇവിടെ ആരെ വിളക്ക് വെച്ചത് ചോദിച്ചു കേട്ടില്ലേ? ഞാനാ. ആ, അങ്ങനെ വഴിക്ക് വാ. അച്ഛന്റെ അസ്ഥി തറയല്ലോ. അത് വെച്ചില്ല. അതെന്താ? അച്ഛൻ പറഞ്ഞു ഇനി അങ്ങോട്ട് വിളക്ക് വേണ്ടെന്ന്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇക്കാലം വരെ എന്റെ അമ്മ ഒരു മുട്ടും മുടക്കും കൂടാതെ നടത്തിക്കൊണ്ടിരുന്ന കാര്യങ്ങൾ അതൊക്കെ. അതെന്നല്ല, ഇനി അങ്ങോട്ട് ഈ വീട്ടിലെ സർവ്വ കാര്യങ്ങളും നോക്കി നടക്കല നിന്റെ പണി. കാലം കുറയായി എന്റെ അമ്മ കഷ്ടപ്പെടാൻ തുടങ്ങിയിട്ട്. എന്റെ കഷ്ടപ്പാടൊന്നും ആരും ഏറ്റെടുക്കണ്ടേ. പുതിയ പുതിയ കഷ്ടപ്പാടുണ്ടാക്കി തരണുണ്ടല്ലോ, അത് മതി. ആ, ഗോപാലമാമന്റെ ചില കാര്യങ്ങളൊക്കെ ഞാനും തീരുമാനിച്ചിട്ടുണ്ട്. ഒന്ന് വിളിച്ചേൻ. പോയോ? ആ രമേശൻ വന്നത് ഈശ്വരാന്നൊരു വലി വലിച്ചതാ. ശ്വാസം മുട്ടൽ അങ്ങോട്ട് കൂടി. വയസ്സായ ഒരു മനുഷ്യനല്ലേ, ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ട് സഹിച്ചിട്ടുണ്ടാവില്ല. ഉഷയും ബാബും കുടുംബത്തിൽ പറഞ്ഞവരല്ലേ, നാണക്കേട് തോന്നിയിട്ടുണ്ടാവും. നന്നായി. പോണം, എല്ലാവരും പോണം. കല്ല് കണ്ടുകൊടുത്ത് കൈക്കോട്ട് വെച്ചിട്ട് പോവല്ല എല്ലാവർക്കും. എനിക്ക് എന്റെ അമ്മയ്ക്ക് വേറെ എവിടെയും പോവാനില്ല. മനസ്സിലാവുണ്ടോ സരസ്വതിക്ക്? കരയണ്ട കേട്ടോമ്മേ. ഞാൻ ഇന്ന് ഇവളുടെ ബാങ്കാരൻ ഏട്ടനെ വിളിച്ചു. ഇനി ഒന്നും പറയാൻ ബാക്കിയില്ല. കാല് പിടിക്കാന്ന് വെച്ചാൽ എങ്ങനെയുണ്ട് ഒരു കാല് പിടുത്തം? അപ്പൊ എന്താ കഥ? ഇവളുടെ ഗൾഫിലുള്ള വല്യേട്ടൻ ഒരു മണ്ടൻ കാണാരൻ 50 പവന്റെ സ്വർണം, അതും ആഭരണായിട്ടേ. കൂടാതെ കല്യാണത്തിനുള്ള തുണിയും സാധനങ്ങളും ഒക്കെ ഒരു കൊടുങ്ങല്ലൂക്കാരൻ ഗൾഫാരന്റെ കഴിഞ്ഞ ആഴ്ച കൊടുത്തയച്ചു. എന്നിട്ട് എന്താന്ന് ചോദിക്കാമേ? നീ തന്നെ അങ്ങോട്ട് പറഞ്ഞാ മതി. ആ, എന്നിട്ടെന്താ? കൊടുങ്ങല്ലൂക്കാരൻ അതും കൊണ്ടങ്ങ് മുങ്ങി. പകരം ഇവളുടെ ബാങ്കേട്ടന്റെ കള്ളബുദ്ധി എത്ര. കുറച്ച് ദിവസത്തേക്ക് ഒരു അഡ്ജസ്റ്റ്മെന്റ്, മുക്കുപണ്ടക്കളി. വല്യേട്ടൻ ഗൾഫിൽ നിന്ന് വിളിക്കുന്നു, ബാങ്കേട്ടൻ കൊടുങ്ങല്ലൂർക്ക് പോകുന്നു, പിന്നെ അവര് 4 ആളും കൂടെ കടയിലേക്ക് വരുന്നു. ചുരുക്കി പറയാലോ, തിങ്കളാഴ്ച കാശായിട്ടോ സ്വർണ്ണായിട്ടോ സംഗതി കയ്യില. ദാ ഈ കൈ കൊണ്ടു തരും, ഉറപ്പാ. നിന്റെ അച്ഛൻ പറയായിരുന്നു, നുണ പറയണ കൂട്ടരേ ഉള്ളു കണി കാണാൻ കൊള്ളരുതാത്തതെന്ന്. ഈ പറയണതൊക്കെ നുണയാണോ സത്യാണോ എന്ന് ഈശ്വരനറിയാം. ഉള്ള കൂട്ടങ്ങള് നല്ല തൊലിക്കട്ടിയാ, എന്നിട്ടും പൊള്ളലിനൊരു കുറവില്ല. ആ
തിങ്കളാഴ്ച ഒന്നും കൂടെ കഴിഞ്ഞോട്ടെ, പിന്നെ പത്മാവതിയുടെ തനി രൂപം കാണും എല്ലാരും. നീ അടക്കം. ആ വായിരിക്കേ. സോറി അരവിന്ദ, നിന്റെ കല്യാണത്തിന് എത്താൻ കഴിഞ്ഞില്ല. ഏട്ടന്റെ മോളുടെ ചോറൂണ് ഗുരുവായൂര്. അല്ല, എന്തേ? എനിക്ക് ബാലുവിന്റെ ഒരു സഹായം വേണമായിരുന്നു. പിന്നെന്താ, പറ, എന്താ കാര്യം? ഭാര്യയുടെ ആങ്ങളെ ഗൾഫിൽ നിന്ന് സ്വർണം കൊണ്ടുവരാൻ വൈകിയത്രേ. അതുകൊണ്ടാ ഞാൻ രമണിക്ക്. അത് ഞാൻ അറിഞ്ഞു. എന്താ ഇപ്പൊ നമ്മൾ ചെയ്യാ അരവിന്ദ? പ്രശ്നമൊന്നുമില്ല, അവര് 2 ആഴ്ചക്കുള്ളിൽ എത്തിക്കും. ഞാൻ വാങ്ങിയെടുത്ത് തിങ്കളാഴ്ച കൊടുത്തേ പറ്റൂ. അതിലേക്കൊരു 25,000 രൂപയുടെ കുറവുണ്ട്. ബാലു എവിടെന്നെങ്കിലും ഒന്ന് മറച്ചു തരണം. നമ്മൾ തമ്മിൽ എന്തിനാ അരവിന്ദ അധികം പറയുന്നേ? വേറെ കാശ് വല്ലതും വന്നോണ്ടോ ഇവിടെ? ഇല്ല. ഇതാ സ്ഥിതി. ഇത് കണ്ടോ, ഇന്നലെ തൃശ്ശൂർ എത്തിക്കേണ്ടതാ ഒരു 30. ഇതിലേക്കൊരു 10 ഏത് പാതാളത്തിൽ കുടിച്ചാലേ കിട്ടുക ആലോചിച്ചിരിക്കാ. എന്തെങ്കിലും ഒന്ന്. ഒന്നും വിചാരിക്കല്ലേ, കഴിഞ്ഞ മാസമായിരുന്നെങ്കിൽ പല വഴിയുണ്ടായിരുന്നു. അപ്പൊ 1 മാസം മുമ്പ് ഞാൻ കുടുങ്ങണായിരുന്നു അല്ലേ? വൈകിപ്പോയി ബാലുവിന്റെ കണക്കില്. ഇറങ്ങട്ടെ? വിഷമിക്കരുത്, നിനക്ക് ഈ കടവും തിരിമറി ഒന്നും ശീലമില്ലാത്തോണ്ടാ. ഒക്കെ ശരിയാവും. ശീലാവുമ്പോ അല്ലേ? ഓണം വിളമ്പി വെച്ചിട്ട്. നീ ഇരിക്കി, നമുക്കൊരു സന്തുഷ്ട കുടുംബം കളിക്കാൻ വാ. വേണ്ട, ഞാൻ അമ്മ വന്നിട്ട് കഴിച്ചോളാം. ഇതപ്പൊ നന്നായേ. അമ്മ രമണിയുടെ വീട്ടിലെ സൽക്കാരമൊക്കെ കഴിഞ്ഞ് എപ്പോ വരുന്ന വെച്ചിട്ടാ. ഈശ്വരൻ അറിയാം, നേരം വെളുത്തിട്ട് ഈ നേരം വരെ നീ വല്ലതും തിന്നവും കുടിക്കുകയും ചെയ്തൊന്ന്. കൂടെ നിന്ന് അതൊക്കെ നോക്കാനും കഴിപ്പിക്കാനും എനിക്ക് ഇട്ട് ഓട്ടം നിന്നിട്ട് നേരമില്ല. ഒന്നും അങ്ങോട്ട് തെളിച്ചു പറയുന്നില്ലെങ്കിലും എനിക്കറിയാം എന്നെ കൊണ്ടുണ്ടായ ഓട്ടപ്പാച്ചില ഇതൊക്കെ എന്ന്. ദാ കരഞ്ഞു. നാട്ടുകാരുടെ മുമ്പിൽ അരവിന്ദൻ ഒരു തമാശക്കാരനാ. അവരൊക്കെ തമാശ കേട്ട ചിരിക്കാ ചെയ്യാ. അവനവന്റെ വീട്ടിൽ അങ്ങനെ ഒരു ചെറിയ തമാശ പറഞ്ഞു പോയാ കരച്ചില്ല. അരവിന്ദന്റെ കുട്ടി ആ വന്ന് തുറന്നേ. ആ തുറക്കേ. ആ പശുവിനെ ഒന്ന് അഴിച്ചു കെട്ടാൻ ഇവിടെ ആരും ഇല്ലേ? ഒരിത്തിരി പുല്ലോ വെള്ളോ അതിന് ഇട്ട് കൊടുത്തു എന്ന് വെച്ച് കൊച്ചി രാജാവിന്റെ കൊച്ചുമൊക്കെ മഹിമയ്ക്കൊന്നും ഒരു കുറവും വരില്ല. ഉള്ള നേരം കൊണ്ട് എന്റെ രമണി എന്തൊക്കെയാ ഒരുക്കി ഉണ്ടാക്കി തന്നയച്ചെന്നറിയോ? അതിന്റെ അടുത്തൊന്ന് പോകാനോ അതിനെ ഒന്ന് കാണാനോ ഇവിടെ ഒരാളില്ല. പണ്ടും പരസഹായത്തിനൊന്നും പത്മാവതി ആരെയും കാത്തു നിന്നിട്ടില്ല. രമണിയുടെ അവിടെ പോണെന്ന് നീ പറയാറുന്നില്ല അമ്മയ്ക്ക്? ആരോട്? എന്നോട്. അതിന് എന്റെ മോൻ ഭൂമിയിലേക്കൊന്ന് ഇറങ്ങി വന്നിട്ട് വേണ്ടേ അമ്മയ്ക്കൊന്ന് കാണാൻ? പറക്കില്ലേ? ഞാൻ രാവിലെ എനിക്കൊരാളെ കാണാൻ. രമണിക്ക് അവിടെ. ആ, ഈശ്വരൻ എത്തിച്ചിട്ട് അതിനൊരു കുറവും ഇല്ല അവിടെ. അത് നല്ല അന്തസ്സായിട്ട് തന്നെയാണ് ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോയത്. ചോദിക്കാനും പറയാനും ആളുള്ള കുട്ടിക്ക് ചെന്ന് കയറിനടുത്ത് നല്ല നിലമേലെ ഉണ്ടാവും. അതല്ല അരവിന്ദ, തിങ്കളെന്ന് പറഞ്ഞ തിങ്കൾ ഉച്ച തിരിഞ്ഞു. ഇപ്പൊ മാസത്തില് 3-4 തിങ്കളുണ്ടേ. അങ്ങനെ കൊല്ലത്തില് കുറെ ഏറെയും. അതിലിപ്പോ ഏത് തിങ്കളാണാവോ കല്ലടിക്കോട്ടൊന്ന് പൊന്നുമായിട്ട് വരണ തിങ്കള്? അത് അവര്. വേണ്ട, ആ വക കാര്യങ്ങളൊന്നും ഈ ചെവി കൂടെ ഇനി അങ്ങനെ കേക്കില്ല ഞാൻ. കൽക്കട്ടയിലൊന്നും അല്ലല്ലോ, കല്ലടിക്കോടല്ലേ. ഞാൻ ഇന്ന് പോണ്ട് നാളെ. ഇതവിടെ നിന്ന് ഇരിക്കപ്പണ്ടം വെച്ച് ഒഴിവാക്കിയതാണോന്ന് എനിക്കൊന്നും അറിയണമല്ലോ. അമ്മേ, മിണ്ടി പോരുത് നീ. ഇത്രയും ദിവസമായിട്ട് ഒരു കുട്ടി ഈ പെണ്ണിന്റെ വിവരം അന്വേഷിച്ച് ഇങ്ങോട്ട് വന്നോ? കിട്ടാനുള്ള മുതലിന് വല്ല തീരുമാനമുണ്ടോ? ഇതിലും നല്ലത് വല്ല അനാഥാലയത്തിന് ഒന്നിനെ എടുക്കായിരുന്നു. എങ്കിൽ അതിനൊരു പുണ്യം ഉണ്ടായിരുന്നു. ആ രമേശനെ സ്വർണ്ണക്കടക്കാരനൊക്കെ വിളക്ക് വെക്കുമ്പോ ഈ ഉമ്മർത്തുണ്ടാവും. കൊടുക്കാനുള്ളത് വല്ലതും ഒരുക്കി വെച്ചോ, ഇല്ലെങ്കിൽ കേൾക്കാനുള്ളത് രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ചിട്ട് കൂടെ കേട്ടോളൂ. കേട്ടില്ല. നല്ല കഥ. പണം അത് ലക്ഷ്മിയാണേ, അതിനെ ബഹുമാനിക്കണം, നല്ലോണം നോക്കിക്കൊണ്ട് നടക്കണം. എന്ന് വെച്ചാ പൂജിക്കണമെന്ന് തന്നെ. എങ്കിലേ അത് കൂടെ നിൽക്കൂ. പൗത്ര ഒന്ന് പറഞ്ഞോട്. ഈ പറഞ്ഞ സംഖ്യയ്ക്ക് വീടും പുരയിടവും വിശ്വംഭരം മുതലാളിയുടെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നു നിങ്ങളുടെ ചെലവിൽ. തുക തിരിച്ചു നൽകുമ്പോൾ വീണ്ടും വസ്തു നിങ്ങളുടെ പേരിലേക്ക് മറിച്ച് രജിസ്റ്റർ ചെയ്യുന്നു, അതും നിങ്ങളുടെ ചെലവിൽ. ഞാൻ പറഞ്ഞല്ലോ, വീടിന്റെ ആധാരം
തന്നെയല്ല എന്റെ അമ്മ ഇത് അറിയാൻ പാടില്ല. വിഷമിക്കണ്ട, ഈ കേസിൽ അത് വേണമെന്നില്ല. വിശ്വാസമാണല്ലോ വലുത്. എന്നാലും 150 രൂപയുടെ മുദ്രക്കടലാസ് 2, വെള്ളക്കടലാസ് 3, ഇത്രയും ഒപ്പിട്ട് തരിക. കൊണ്ടുവന്നുണ്ട്. ആ ബ്ലാങ്ക് ചെക്ക് 2 എണ്ണം, അതിലും വെറുതെ ഒരു ഒപ്പ് അത്രേ വേണ്ടൂ. ഇവന് ഈ ബാങ്ക് അക്കൗണ്ടിലൊന്നും വലിയ വിശ്വാസമില്ലാത്ത കൂട്ടത്തില്ല. ഇപ്പൊ ഇതിനായിട്ടൊരു അക്കൗണ്ട് തന്നെ അങ്ങോട്ട് തുടങ്ങി. ആ. പിന്നെ 30 ദിവസം കൂടുമ്പോൾ 1000-ന് 100 എന്ന കണക്കിന് ഒരു സന്തോഷം മോൻ എനിക്ക് തന്നോണ്ടിരിക്കണം. സന്തോഷോ? ആ അസൂയക്കാര് ഇതിനൊക്കെ പല പേരും പറയും. പലിശ, ബ്ലേഡ്, വട്ടി, കൊടുവാള് എന്നൊക്കെ. ഇപ്പൊ എന്റെ കയ്യിരിക്കുന്ന കാശാണല്ലോ ഞാൻ ഈ എണ്ണി തരുന്നേ. അതുകൊണ്ടുപോയി മോന്റെ കാര്യങ്ങൾ നടത്തുന്നു. സന്തോഷമായേ? 100 വട്ടം സന്തോഷം. ആ അതാണ്. ആ സന്തോഷം നമ്മൾ മാസാമാസം പങ്കുവയ്ക്കുന്നു. ഇപ്പോ മനസ്സിലായോ? അത് ശരി, അതാണ് കാര്യമല്ലേ ഈ ആൾക്കാർ ഓരോന്നൊക്കെ പറഞ്ഞുണ്ടാക്കണത്. ഓ, അപ്പൊ ഒരു മാസം സന്തോഷം കഴിച്ച് 1,80,000. ഇപ്പോ പ്രശ്നങ്ങളൊക്കെ തീർന്നല്ലോ അല്ലേ? തീർന്നു. എന്റെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു. ആ എന്നാ മോനെ പെട്ടോളൂ. ഇവിടെ ക്ഷമിക്കണം, പറ്റിപ്പോയിന്ന് അമ്മയോട് പറയാൻ പറഞ്ഞു ഇവളുടെ ഏട്ടൻ. ഇങ്ങോട്ട് വരാഞ്ഞത് അമ്മയുടെ മുഖത്ത് നോക്കാനുള്ള നാണക്കേടുകൊണ്ടാ. ഇതാ അമ്മയ്ക്കാത്രേ. ഇനി ഒരു വിരോധം വേണം അമ്മേ. ദാ എനിക്ക് ആരോടും ഒരു വിരോധവും ഇല്ല. ഈ ചെയ്ത പണി അന്നേ ചെയ്യാറുന്നേ ഉള്ളൂ. ആ സ്വർണ്ണപ്പീടിയക്കാരൻ ഇന്ന് എത്തിക്കണ്ടേത്? വേണ്ട, നാളെ കൊടുക്കാം. അവിടെ നിക്കട്ടത്. ഒരു 1.25 ലക്ഷം ഒരു രാത്രിയെങ്കിലും നമ്മുടെ വീട്ടിൽ റെസ്റ്റ് ചെയ്യട്ടെ. നീ എന്താ പന്തം കണ്ട പരിചയ പോലെ വെക്കണേ? എന്തായാലും മുഖം തെളിയില്ലാച്ചപ്പ എന്താ ചെയ്യാ? നേരെ അമ്മ പറഞ്ഞത്. ഇനിയെങ്കിലും ഒന്ന് ചിരിച്ചൂടെ? എന്തൊരു ഭംഗിയുള്ള മുഖം അത്. ഒരു ഇത്തിരി ചിരിയും കൂടി ഉണ്ടെങ്കിൽ ശർക്കര പന്തലിന് തേന്മഴാന്ന് പറയണ പോലെ ഉണ്ടാവും. വലിയ ഏട്ടൻ കൊടുത്തയച്ചു, ചെറിയ ഏട്ടൻ കൊണ്ടു തന്നു അല്ലേ? അത് അവനവന്റെ പെങ്ങന്മാർക്ക് കെട്ടിച്ചു പോയടുത്ത് വിലയില്ലാണ്ടാവുന്നത് ഏതാങ്ങളമാരെ സഹിക്കാ? അമ്മയ്ക്കുള്ള സ്പെഷ്യലാ. കണ്ടോ നീ അമ്മയുടെ ചാനല് മാറിയത്? എന്താ ആ മുഖത്തൊരു സന്തോഷം? സന്തോഷമില്ലാത്തൊരു മനസ്സ് ഈ വീട്ടിലുണ്ട്. നിനക്കിനി എന്തോ ഒരു സന്തോഷക്കുറവ്? എനിക്കല്ല, അരവിന്ദേട്ടന്. ഈ കളിയും ചിരിയും ഒന്നും ഉള്ളിന്നുള്ളതല്ല, ഉണ്ടാക്കുക ആർക്കൊക്കെയോ വേണ്ടിട്ട്. എനിക്കിതൊന്നും ഒരു പ്രശ്നമല്ല. ഏതിരട്ടത്തും വിളക്കായിട്ട് എന്റെ സരസ്വതി ഉണ്ടല്ലോ, എനിക്കത് മതി. അരവിന്ദേട്ടന് എവിടെന്നാ ഈ പണമൊക്കെ? ആ ഞങ്ങള് റേഷൻ കടക്കാർക്ക് ഒരു സൊസൈറ്റി ഉണ്ട്. അവിടെന്നാ കുറേശ്ശെ അടച്ചു തീർത്താ മതി. പലിശ ഒന്നുമില്ല. എനിക്കൊക്കെ ഇത്ര ഒന്നല്ല, ഇതിലും വലിയ സംഖ്യ കിട്ടും. സീനിയർ അല്ലേ? അമ്മയുടെ അടുത്ത് എന്റെ സരസ്വതിക്ക് ഒരു വില ഉണ്ടാവണം, എങ്കിലേ നമുക്കൊരു ജീവിതമുള്ളൂ. അതൊക്കെ വിട്. എത്ര ദിവസമായി നമ്മൾ മനസ്സ് തുറന്നൊന്നും മിണ്ടിയും പറഞ്ഞിട്ടും. അമ്മയ്ക്കൊന്ന് ഓണടിച്ചു വന്നൂടെ? ചിട്ടകളൊക്കെ തെറ്റിച്ചു. അതെ, മുട്ടയും പാല്. ഇതെന്താ മിൽമബൂത്തോ? വന്നു തുടങ്ങിയത് ഈ പാലൂടി തന്നെ. ഇതെന്താ ഇവിടെ വേറൊന്നും വേണ്ടേ? ഞാൻ അയ്യോ, ഇനി അങ്ങനെ ഓണടിച്ചു വന്നാലോ? അങ്ങോട്ട് അടയ്ക്കാം. എന്നെ അങ്ങനെ പറ്റിക്കാൻ നോക്കണ്ട കേട്ടോ. ആകെ ഓർഡർ വെച്ച് കിടക്കണേ.